ഹായ് ഫ്രണ്ട്സ്, ഞാൻ എല്ലാ തവണയും ബേഡ്സിനെ കുറിച്ച് വീഡിയോസ് ഇടുന്നത് അവരുടെ ബ്രീഡിങ്, അവരുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്, അവർ എഗ് ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ബേഡ്സിനെ കൊത്തിക്കൊന്നിട്ടുണ്ട്, വേറൊരു കിളി കൊത്തിക്കൊന്നു, അവരുടെ പേരൻ്റ് ആണോ, അത് താഴെ തള്ളിക്കളയാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു കുഞ്ഞിനെ കൊന്നതാണ് കേട്ടോ. പേരൻസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, കാരണം അവർ ഫുഡൊക്കെ നല്ല രീതിക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും, അതിനകത്തുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ദേഹത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ പാടുകളും ഉണ്ട്. അതേസമയം ഇത് കണ്ടോ, ഇത് അത്യാവശ്യം മുഴുപ്പുള്ളൊരു കുഞ്ഞാണ്. ഇത് ആ കൂട്ടിൽ തന്നെ കിടന്നാണ്. ദേഹം മുഴുവൻ കടിച്ച് മുഴുവൻ ചോരയാണ്, അത് മുഴുവൻ ചോര കുളിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് സമയം കൂടെ വൈകിയിരുന്നെങ്കിൽ ഇതിനെയും കൊന്നു കളഞ്ഞേനെ. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ കൂടിനകത്ത് ഉണ്ടാകും. പുതിയതായിട്ട് ഔട്ടായി വന്നിട്ട് അത്യാവശ്യം ഒരു ബ്രീഡിങ്ങിൻ്റെ സ്റ്റേജിലോട്ട് വരുന്ന ഫീമെയിൽസ് ആയിരിക്കും ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ബ്രീഡിംഗ് ബോക്സിന് വേണ്ടിയും ഇതുപോലുള്ള ഫൈറ്റുകളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ കൂട്ടിനകത്ത് കയറി കൊത്തി കൊന്നു കളയുന്നതും തള്ളി താഴെ ഇടുന്നതൊക്കെ. അപ്പം നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. വേറൊന്നുമില്ല, അതിനകത്ത് നമ്മൾ ശരിക്കും ഒന്ന് എല്ലാ ബേഡ്സിനെയും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഏതെങ്കിലും ഒരു ബേഡിൻ്റെ മുഖത്ത് ചോര കാണും. നമ്മൾ ബീട്രൂട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തൊക്കെ പറ്റിയിരിക്കുമല്ലോ, അതുപോലെ അവരുടെ ചുണ്ടിലും മുഖത്തും അവരുടെ ആ ചുണ്ടിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ബ്ലഡ് കാണും. അവരാണ് കയറി ഈ കൊന്നു കളയുന്നതും. അങ്ങനെയുള്ള ബേഡ്സ് ഉണ്ടെങ്കിൽ അവരെ എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പം അത് ശരിയായിക്കോളും. അവർക്കൊരു പെയറൊക്കെ സെറ്റായി വരുമ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കലി ശരിയായി വന്നോളും. അപ്പം അത് ആ ഫീമെയിലിനിപ്പം ഈ ബ്രീഡിംഗ് ബോക്സ് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് കയറാൻ വേണ്ടിയാണ് അത് കാണിച്ചു കൂട്ടിയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരിക, നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.